നഗരസഭയിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി ബോധവത്കരണ ക്ലാസും പദ്ധതി വിശദീകരണവും സംഘടിപ്പിക്കുന്നു. നഗരസഭാ കോൺഫറൻസ് ഹാളിൽ വെള്ളിയാഴ്ച 11 മണിക്കാണ് യോഗം. കല്ലടയാറിലും നഗരസഭയിലെ മറ്റ് ജലസ്രോതസ്സുകളിലും പുനലൂരിലെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും വ്യാപകമായി മാലിന്യങ്ങൾ തള്ളപ്പെടുന്നുണ്ട്. ഇതിന് ശാശ്വത പരിഹാരം കാണുന്നതിനായാണ് നഗരസഭയിലെ വ്യാപാര സ്ഥാപനങ്ങൾ, ഹോട്ടലുകൾ, ആശുപത്രികൾ എന്നിവയുടെ നടത്തിപ്പുകാരുടെ യോഗം വിളിച്ചു ചേർക്കുന്നത്. യോഗത്തിൽ ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ദേവദത്തൻ മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ വിവിധ പദ്ധതികൾ വിശദീകരിക്കുമെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ എസ് ബിജു അറിയിച്ചു. പ്രധാനപ്പെട്ട ജലസ്രോതസ്സുകൾ അശുദ്ധമാകുക, അത് വൃത്തികേടാകുന്നതിന്റെ എല്ലാം പ്രധാനപ്പെട്ട കാരണം പുനലൂരിലെ വിവിധ ഹോട്ടലുകൾ, ഓഡിറ്റോറിയങ്ങൾ, ആശുപത്രികൾ തുടങ്ങിയിട്ടുള്ള നിരവധി സ്ഥാപനങ്ങളിൽ നിന്നുള്ള അശുദ്ധ ജലം, അവ ഉപയോഗശൂന്യമായിട്ടുള്ള പാഴ്വസ്തുക്കളും ആഹാരാവശിഷ്ടങ്ങളുമെല്ലാം വെട്ടുപുഴ തോട്ടിലൂടെയും മറ്റ് ജലസ്രോതസ്സുകളിലൂടെയും ആറ്റിലേക്ക് ഒഴുക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് പരിഹാരം കാണാൻ മാലിന്യം ഉൽപ്പാദിപ്പിക്കുന്നിടത്ത് തന്നെ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കണം എന്ന നിലയിൽ കർക്കശമായ നിർദ്ദേശം ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്ക് കൊടുത്തു. ചില സ്ഥാപനങ്ങൾ അതിനാവശ്യമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി, മറ്റു ചിലർ ഏർപ്പെടുത്തിയില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ രാവിലെ 11 മണിക്ക് പുനലൂർ മുനിസിപ്പൽ കൗൺസിൽ ഹാളിൽ പുനലൂരിലെ ആശുപത്രികൾ, ഹോട്ടലുകൾ, ഓഡിറ്റോറിയങ്ങൾ എന്നിവയുടെ നടത്തിപ്പുകാരുടെ വിപുലമായ യോഗം വിളിച്ചിരിക്കുകയാണ്. ആ യോഗത്തിൽ വെച്ച് ശുചിത്വ മിഷന്റെ ജില്ലാ കോർഡിനേറ്റർ ദേവദത്തൻ ഈ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ആശുപത്രികൾക്കും ഹോട്ടലുകൾക്കും ഓഡിറ്റോറിയങ്ങൾക്കും സ്വീകാര്യമായ നിലയിലുള്ള വിവിധ പദ്ധതികൾ സംബന്ധിച്ച് വിശദീകരിക്കുകയും. ന്യൂസ് ബ്യൂറോ, പുനലൂർ.